സിജു വിൽസനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു മെഡിക്കൽ ത്രില്ലർ ജോണറിൽ റീസെൻ്റ് റിലീസായ മൂവിയായിരുന്നു ഡോസ്. അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ ആക്ച്വലി അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ട് തോന്നി. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഡോസ്. രണ്ട് മണിക്കൂർ 20 മിനിറ്റാണ് ഈ പടത്തിൻ്റെ റൺ ടൈം. അപ്പോൾ ഈ പടത്തിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒഴികെ വേറെ എവിടെയും കാര്യമായ ലേഖമൊന്നും അടിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരു പാതി വെന്ത ത്രില്ലർ ഫീലാണ് ശരിക്കും ഈ പടത്തിന് കിട്ടുന്നത്. കാരണം ഇതിൽ കണ്ടന്റ് ഉണ്ട്, അത്യാവശ്യം കഴമ്പുള്ളൊരു സ്റ്റോറിയും ഉണ്ട്. പക്ഷെ ഇവിടെ പാളിപ്പോകുന്നത് ആക്ച്വലി ഇതിൻ്റെ എക്സിക്യൂഷനാണ്. അപ്പോൾ ഇതിലെ എന്താ പറയുക, സ്പോയിലേഴ്സ് ടച്ച് ചെയ്യാതെ പറയാം. അതായത് അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് ഒരു ഹൂ ഡൺ ഇറ്റ്, ഒരു ആ ടൈപ്പ് ഓഫ് പടമാണ് ഡോസ്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂസിക്കിനൊക്കെ അത്യാവശ്യം സാധിച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസ് ഒക്കെ ഏകദേശം ഓക്കെയാണ്. പക്ഷെ എന്നാൽ പോലും കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജഗദീഷൊക്കെ ഈ പടത്തിലുണ്ട്, സിജു വിൽസൺ ഉണ്ട്, പിന്നെ മറ്റേ ജേക്കബിൻ്റെ സ്വർഗത്തിലെ വില്ലനായിട്ട് അഭിനയിച്ച ആളുണ്ട്, ദൃശ്യ രഘുനാഥ് ഉണ്ട്. അങ്ങനെ കുറച്ച് അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്, അതായത് വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാലും ആക്ടിങ് ഒക്കെ ഓക്കെയാണ്. എന്നുവെച്ചാൽ അത്ര മോശം പറയത്തക്ക രീതിയിലായിട്ട് ആക്ടിങ് ഒന്നും എവിടെയും വരുന്നില്ല. പക്ഷേ ഈ പടത്തിലെ മെയിൻ ഇഷ്യൂ ഇപ്പോൾ ഒരു നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗത്തിലെ വില്ലൻ എന്നുള്ള ആൾ ആക്ച്വലി ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അയാൾ പോലീസായിട്ടാണ് വരുന്നത്. പോലീസായിട്ടാണെങ്കിലും ആളുടെ ഒരു ചില മാനേഴ്സ് ഒന്നും എനിക്ക് ഈ പടത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോട് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നി പല സീരിയസ് മൊമെൻറ്റ്സിലും. പിന്നെ ഈ പടത്തിലെ ഒരു പോസിറ്റീവ് പറയാനാണെങ്കിൽ അവസാനത്തെ റിവ്യൂല് നല്ലതായിരുന്നു. പക്ഷെ അതിൻ്റെ സ്റ്റേജിങ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ പടത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഒരു കൺഫ്യൂസിങ് ആയിട്ടൊരു സാധനം സ്റ്റേജ് വരുന്നു, എന്നിട്ട് നെക്സ്റ്റ് സീനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിന് പകരം ഇതൊന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ റിവ്യൂല് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി രസകരമായിട്ട് വന്നേനെ. പകരം ഇത് ലൈക്ക് എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് നെക്സ്റ്റ് ഇതെന്താണെന്ന് പറഞ്ഞു തരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ആകെ തുകയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്, എസ്പെഷ്യലി ഫോർ ഇതിൻ്റെ റിവീൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് എന്തിനോ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം അതൊരു അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു പോർഷൻ നല്ലപോലെ ലാഗ് അടിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ലൈക്ക് ആകെ തുകയിൽ ഒരു ആവറേജ്, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ട് പറയാൻ പറ്റിയൊരു മൂവിയാണ് ഡോസ്. ത്രില്ലർ ജോണറിലാണ്. അപ്പോൾ അത്യാവശ്യം ഒരു സസ്പെൻസ് ഒക്കെ ഉള്ളൊരു പടമാണ്. ചില റിവ്യൂല് നല്ലതാണ്. അങ്ങനെ ഒരു റിവ്യൂല്, മേജർ റിവ്യൂലായിട്ടുള്ളത് കുറച്ച് പ്രഡിക്റ്റബിളും ആയിരുന്നു. എന്നാൽ പോലും മൊത്തത്തിൽ പറഞ്ഞ ഒരു